ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനത്തെക്കുറിച്ചുള്ള അതുപോലെ അപ്പസ്തോലന്മാരുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ വിചിന്തനം നമുക്ക് തുടരാം. നമ്മൾ ഇന്ന് വിലയിരുത്തുന്നത് രണ്ട് അപ്പസ്തോലന്മാരുടെ ജീവിതം. ഒന്ന് വിശുദ്ധ ബർത്തലോമിയ, രണ്ടാമത്തേത് വിശുദ്ധ മത്തായി. അപ്പസ്തോലന്മാരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ രണ്ടുപേരുടെയും പേരുകൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വിചിന്തനം ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഇവരെല്ലാം സുഹൃത ജീവിതം നയിച്ചവരാണ്. സുഹൃത ജീവിതം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വിളി എന്ന് പറയുന്നത് സുഹൃത ജീവിതം നയിക്കണം. സുഖജീവിതമല്ല, സുഹൃത ജീവിതം. വിശുദ്ധ പീറ്റർ ക്രിസോലഗസ് അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ദൈവമക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ: ഒന്ന് സുഹൃത ജീവിതം, രണ്ട് വിദ്യാഭ്യാസം. വേറെ രീതിയിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസം, പുണ്യാഭ്യാസം. ഈ രണ്ട് കാര്യങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയേറെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ: പുണ്യങ്ങൾ അഭ്യസിക്കുന്നവരായിട്ട് മാറണം, അതുപോലെ തന്നെ നമ്മൾ പഠിക്കണം. യേശുവിനെക്കുറിച്ചുള്ള അറിവ്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. സുഭാഷിതങ്ങൾ 9:10 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ഇദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം സഹനത്തിൻ്റെ നടുവിലും സുരക്ഷിതമാകാൻ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നു, ഒന്ന്, വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കണം. ഇതില്ലാതെ അശുദ്ധരായി ജീവിക്കുന്നവർക്ക് സഹനമൊന്നും സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. രണ്ട്, വിരക്തിയുടെ അരപ്പട്ട ധരിക്കണം. വിരക്തി, നമുക്കറിയാം, ആശാനിഗ്രഹം. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടണമെന്നില്ല, അത് നമുക്ക് അല്ലെങ്കിൽ നന്നാവണമെന്നില്ല, നന്മ വരുത്തണമെന്നില്ല. വിരക്തി പ്രാപിക്കേണ്ടടുത്ത് വിരക്തി പ്രാപിക്കണം. അതുകൊണ്ടാണ് വിരക്തിയുടെ അരപ്പട്ടം മുറുക്കുക. ഒന്നാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവായിരിക്കട്ടെ നിങ്ങളുടെ ശിരോ ആവരണം. യേശു ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം. ശിരസ് സംരക്ഷിക്കേണ്ടത് ക്രിസ്തുവാണ്. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ക്രൂശിത രൂപമായിരിക്കട്ടെ നിങ്ങളുടെ മുഖത്തിൻ്റെ സംരക്ഷണം. ഇത് സഹനങ്ങളുടെ നടുവിൽ കുരിശുരൂപം വെച്ച് പ്രാർത്ഥിച്ച്, ക്രൂശിതനെ നോക്കി പ്രാർത്ഥിച്ച് ആ ഒരു സംരക്ഷണം എടുക്കുന്ന ധൈര്യം അവലംബിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ദിവ്യ ജ്ഞാനമായിരിക്കട്ടെ നിങ്ങളുടെ വക്ഷസിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥനയുടെ സൗരഭ്യം സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ മനസ്സ് കാണിക്കുന്നവർക്ക് ഏത് സഹനത്തിൻ്റെ നടുവിലും ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കാൻ പറ്റും. ദൈവസ്നേഹത്തിൽ അവർക്ക് ആഴപ്പെട്ട് ജീവിതം മുമ്പോട്ട് നയിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത രണ്ട് വിശുദ്ധരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. അതിൽ ഒന്നാമത്തെ ആള് വിശുദ്ധ ബർത്തലോമിയ. പേരിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, തോലോമയുടെ പുത്രൻ. അതാണ് ബർത്തലോമിയം. ഇദ്ദേഹം മടുപ്പുകൂടാതെ സുവിശേഷം പ്രഘോഷിച്ച ഒരു അപ്പസ്തോലനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, കാനായിൽ ജന്മം കൊണ്ട ഈ വ്യക്തി ഇന്ത്യ, മെസൊപ്പൊട്ടോമിയ, പാർത്തിയ, ലിക്കോണിയ എന്നിവിടങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിച്ച ഒരു വ്യക്തിയാണ്. അവസാനം അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചത് അർമേനിയ. അവിടെ വിഗ്രഹാരാധകരാൽ വധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ വിശുദ്ധ ബർത്തലോമിയ. വിഗ്രഹാരാധകർ, അവർക്ക് ഇവൻ്റെ പ്രസംഗവും സുവിശേഷ പ്രവർത്തനമൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ഈ ബർത്തലോമിയയെ വധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും പറഞ്ഞിരിക്കുന്നത്, അൽബനാപ്പോളീസിലെ ഗവർണർ അദ്ദേഹത്തെ കുരിശിൽ തറച്ച്, അതുപോലെ അങ്ങനെ ഒരു ഗ്രീക്ക് ചരിത്രകാരൻ പറയുന്ന ചിലരുടെയൊക്കെ കാര്യം കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ചില ഐതിഹ്യങ്ങൾ പല രീതിയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, വിഗ്രഹാരാധകരാൽ വധിക്കപ്പെട്ടു. മറ്റൊരു ഗ്രീക്ക് ചരിത്രകാരൻ അദ്ദേഹം പറയുന്നത് അൽബനാപ്പോളീസിലെ ഗവർണർ അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊന്നു എന്നാണ്. ഇനി അതും ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ജീവനോടെ അവൻ്റെ തൊലി ഉരിഞ്ഞു. സ്കിൻഡ് അലൈവ്, അതാണ് ബർത്തലോമിയോയ്ക്ക് സംഭവിച്ചത്. സ്കിൻഡ് അലൈവ്, ജീവനോടെ അവൻ്റെ തൊലി ഉരിഞ്ഞിട്ട് ഒന്നുകിൽ അവൻ്റെ തലവെട്ടി അല്ലെങ്കിൽ അവനെ കുരിശിൽ തറച്ചു കൊന്നു എന്ന ഐതിഹ്യമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. രണ്ടാമത്തെ വിശുദ്ധൻ വിശുദ്ധ മത്തായി, ചുങ്കക്കാരൻ. നമുക്കറിയാം, വചനം പറയുന്നത് അൽഫയുടെ മകൻ, ഗലീലയിൽ ജനിച്ച മത്തായി. ഇനി അവനെ യേശു വിളിച്ചു. അവന് ചുങ്കസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ശമ്പളം കിട്ടുന്ന ജോലി, ബുദ്ധിമുട്ടില്ലാത്ത ജോലി. യേശുവിനെ വിളിച്ചപ്പോൾ
അതെല്ലാം വിട്ടിട്ട് യേശുവിനെ അനുഗമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മത്തായി എന്ന ആ ഒരു നാമത്തിൻ്റെ അർത്ഥം തന്നെ യഹോവയുടെ ദാനം, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതാണ് മത്തായി എന്ന നാമത്തിൻ്റെ അർത്ഥം തന്നെ. എസെക്കിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് 4 ചിറകുള്ള ഒരു ജീവിയെക്കുറിച്ച്. 4 ചിറക്. ഇത് 4 സുവിശേഷകന്മാരെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മനുഷ്യൻ. ഈ മനുഷ്യനാണ് മത്തായിയുടെ സുവിശേഷത്തെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സിംഹം, കാള, കഴുകൻ, ഇതെല്ലാം ഓരോ സുവിശേഷങ്ങളെ സൂചിപ്പിക്കുന്നതായിട്ടാണ് പറയപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായി പാലസ്തീന, എത്യോപ്യ, പാർഥിയ, പേർഷ്യ എന്നീ സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം പ്രഘോഷിച്ചു. എത്യോപ്യയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നു. അതിനൊരു കാരണമുണ്ട്. എത്യോപ്യയിലെ രാജാവ്, അദ്ദേഹം തൻ്റെ തന്നെ ഒരു നീസ് എന്ന് പറഞ്ഞാൽ അവള് ഒരു കന്യാസ്ത്രീയായിരുന്നു. ഈ നീസുമായിട്ട് തെറ്റായ ഒരു ബന്ധം, ഒരു അവിഹിത ബന്ധം, ഇനി അവളുമായിട്ട് മോഹപാപത്തിൽ അവൻ മുഴുകിയിരുന്നു. അതിന് ഈ രാജാവിനെ മത്തായി വഴക്ക് പറഞ്ഞു. അത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. ഇനി അതുകൊണ്ട് രാജാവ് ഓർഡർ ഇട്ടതനുസരിച്ച് മത്തായി കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ആ സമയത്ത് വന്ന് അവനെ വധിച്ചു എന്നാണ് ഐതിഹ്യം പറയുക. ഈ രണ്ടുപേരും അവർ സഹിച്ച് മരിച്ചവരാണ്. വലിയ സന്തോഷത്തോടെ ആ സഹനം ഏറ്റെടുത്തവരാണ്. അവരുടെയൊക്കെ ചുടുനിണം സഭയുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. നമുക്കിതുപോലൊരു സ്നേഹവും തീഷ്ണതയും ദൈവത്തോടുണ്ടാകുവാൻ ആഗ്രഹിച്ച് പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. കോമൺ നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത്, സുവിശേഷം ഇനിയും എത്തിയിട്ടില്ലാത്ത പല സ്ഥലങ്ങളുമുണ്ട്. അവിടെ സുവിശേഷം എത്തുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തങ്ങളുടെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് അരുൾ ചെയ്ത യേശുനാഥ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച സഹനങ്ങളും അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ഏറ്റെടുത്ത സഹനങ്ങളും അങ്ങയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് അവയെല്ലാം രക്ഷാകര സഹനമാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ലജ്ജിക്കാതിരിക്കാനും അത് കണ്ട് പരിഭ്രമിക്കാതിരിക്കാനും ഞങ്ങളെ ആത്മീയ കരുത്തുള്ളവരാക്കണമേ. ശുദ്ധമായ സഹനത്തിലൂടെ ശുദ്ധമായ വിവേകം കൈവരിച്ച് സ്വർഗീയോന്മുഖ ജീവിതം നയിക്കാനും വിശുദ്ധിയിൽ വളരാനും നിത്യമഹത്വം പ്രാപിക്കാനും ഞങ്ങൾക്കും ഇടയാകട്ടെ. ആമേൻ. നമ്മുടെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.